കരിയർ ഗുരുവിൽ ഇന്ന് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കൊല്ലം. മാനേജ്മെന്റ് പഠനത്തെക്കുറിച്ച് ശ്രീ BS വാര്യർ. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഡിസൈൻ എഡ്യൂക്കേഷൻ എന്ന ലക്ഷ്യത്തിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. KSIDയുടെ കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ക്യാമ്പസാണിത്. ഇവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ചും പഠന രീതിയെക്കുറിച്ചും നമുക്കടുത്തറിയാം. കലാഭിരുചിയുള്ളവർക്ക് പഠനത്തിനും ഗവേഷണത്തിനും ഏറ്റവും യോജിക്കുന്ന അന്തരീക്ഷത്തിലാണ് KSIDയുടെ മനോഹരമായ ക്യാമ്പസ്. കൊല്ലം നഗരത്തിൽ നിന്ന് 9 കിലോമീറ്റർ മാറി ചന്ദനത്തോപ്പിൽ വളരെ ശാന്തമായ സ്ഥലത്താണ് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിന് കീഴിൽ 2014 ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. 2 വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെയുള്ളത്. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ സഹകരണം KSIDക്കുണ്ട്. NID വികസിപ്പിച്ചെടുത്ത കരിക്കുലവും പഠനരീതിയുമാണ് ഇവിടെ പിന്തുടരുന്നത്. രാജ്യമെമ്പാടുമുള്ള വ്യാവസായിക സ്ഥാപനങ്ങളിലും ഫാഷൻ മേഖലയിലും ജോലി ചെയ്യാൻ വേണ്ട കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനും ഇവിടുത്തെ പ്രാദേശികമായ തൊഴിൽ മേഖലയുടെ വികസനത്തിന് സഹായകമാകാനും തക്ക വിധമുള്ള പഠനമാണ് KSID വിഭാവനം ചെയ്യുന്നത്. ഈ ഡിസൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമാണ്. ആളുകൾക്ക് പലർക്കും ഇതിനെപ്പറ്റി വലിയ അവയർനെസ് ഒന്നുമില്ല. പക്ഷേ ഇപ്പം ഈ മാറി വരുന്ന സാഹചര്യത്തിൽ ഡിസൈനേഴ്സിൻ്റെ വളരെ വളരെ അത്യാവശ്യം കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ തന്നെ ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് അവർ ഇപ്പം ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിലും പിന്നെ പല പുതിയ പുതിയ സ്ഥലങ്ങളിലും അവർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ NIDയുടെ അഫിലിയേഷനൊന്നും നമുക്ക് അവർ തരികയില്ല. പക്ഷേ NID ആണ് ഈ കോഴ്സ് ഡെവലപ്പ് ചെയ്തതും കരിക്കുലം ഡെവലപ്പ് ചെയ്തതും പിന്നെ എല്ലാവിധ അസിസ്റ്റൻസും നമുക്ക് NID തരുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഇത് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൻ്റെ താഴെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാല് ഏക്കറിലാണ് ക്യാമ്പസ്. ആംഫി തിയേറ്ററിന് ചുറ്റുമായി ക്ലാസ് മുറികളും വർക്ക്ഷോപ്പുകളുമുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റലും ക്യാന്റീനും ക്യാമ്പസിൽ തന്നെയാണ്. 3 കോഴ്സുകൾക്കും 10 സീറ്റുകൾ വീതമാണുള്ളത്. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നൽകുന്ന കോഴ്സുകൾ ഇവയാണ്: ഇന്റഗ്രേറ്റഡ് ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ് ഡിസൈൻ, ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ, IT ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ. 5 സെമസ്റ്ററുകളിലായി 30 മാസമാണ് കോഴ്സുകൾ. 55% മാർക്കോടെ അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. 40 വയസ്സാണ് പ്രായപരിധി. അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയും അഭിമുഖവും ഉണ്ടാകും. ഈ മേഖലയോട് അഭിരുചിയുള്ളവരാണോ എന്നാണ് പ്രധാനമായും നോക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾക്കായി രാജ്യാന്തര നിലവാരത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആൻഡ് മെറ്റൽ പ്രോട്ടോടൈപ്പിംഗ് വർക്ക്ഷോപ്പ്, വുഡ് വർക്കിംഗ് ആൻഡ് ബാംബു വർക്ക്ഷോപ്പ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ലാബ്, ടെക്സ്റ്റൈൽ വീവിംഗ് ലാബ്, ടെക്സ്റ്റൈൽ ഡൈയിംഗ് ലാബ്, അപ്പാരൽ സ്റ്റുഡിയോ, IT ലാബ് ഫോർ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ, IT ലാബ് ഫോർ ഇന്റർഫേസ് ആൻഡ് മീഡിയ ഡിസൈൻ, സ്കൂൾ ഓഫ് പ്രോഡക്റ്റ് ഡിസൈൻ എന്നിവ ക്യാമ്പസിന്റെ ഭാഗമായുണ്ട്. ഇവിടെ നടക്കുന്ന സെമിനാറുകളും വർക്ക്ഷോപ്പുകളുമൊക്കെ ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. കേരളത്തിൻ്റെ തനത് നിർമ്മാണ രീതികളും കുടിൽ വ്യവസായങ്ങളുമൊക്കെ ഇൻഡസ്ട്രിക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ഇതുവഴി വിദ്യാർത്ഥികൾക്ക് കഴിയുന്നു.
സ്കൂൾ ഓഫ് പ്രോഡക്റ്റ് ഡിസൈനിൽ ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റുകളുടെ ഡിസൈനിംഗ് ആണ് ലക്ഷ്യമിടുന്നത്. 3 ലാബുകളാണ് ഇതിനായുള്ളത്. കേരളത്തിലും പുറത്തുമുള്ള വ്യവസായ വാണിജ്യ സാധ്യതകൾ മനസ്സിലാക്കിയാണ് ഡിസൈനിംഗ് ചെയ്യുന്നത്. ആകർഷകമായ നിത്യോപയോഗ സാധനങ്ങൾ, ഫർണിച്ചർ എന്നിവയിലാണ് പ്രധാനമായും പരീക്ഷണങ്ങൾ നടക്കുന്നത്. ഇവിടെ ചകിരിനാരിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ഫർണിച്ചർ നിർമ്മാണം വലിയ വിജയമായിരിക്കുകയാണ്. മുള, തടി, പ്ലാസ്റ്റിക്, മെറ്റൽ എന്നിവയിലും നിർമ്മാണം നടക്കുന്നു. ഇതിനായി അത്യാധുനിക നിർമ്മാണ സാമഗ്രികൾ ഒരുക്കിയിരിക്കുന്നു. പ്രാദേശിക തൊഴിലാളികളുടെയും കരകൗശല നിർമ്മാണ മേഖലയിലെ വിദഗ്ധരുടെയും സഹായം കുട്ടികൾ തേടുന്നു. കമ്പ്യൂട്ടർ എയ്ഡഡ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ലാബിൽ അത്യാധുനിക ഗ്രാഫിക് വർക്ക് സ്റ്റേഷനുകളും റെപ്രസെന്റേഷൻ ടെക്നിക്കുകളും ഇവർ ഉപയോഗപ്പെടുത്തുന്നു. ഇന്റഗ്രേറ്റഡ് ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ് ഡിസൈനിൽ തുണിത്തരങ്ങൾ മനസ്സിലാക്കുന്നത് മുതൽ ഡിസൈനിങ്ങിന്റെ വിവിധ തലങ്ങൾ പഠനത്തിന്റെ ഭാഗമായി വരുന്നു. പഠനകാലയളവിൽ വിദ്യാർത്ഥികൾ ചെയ്യുന്ന മിനി പ്രോജക്റ്റുകളിലൂടെ നമ്മുടെ രാജ്യത്തെ തനത് തുണിത്തരങ്ങളും ഡിസൈനുകളും മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും കഴിയുന്നു. തിയറിയോടൊപ്പം തന്നെ പ്രാധാന്യം ഇവിടെ പ്രാക്ടിക്കലിനുമുണ്ട്. കോഴ്സിന്റെ അവസാന ഭാഗത്ത് സ്വന്തമായി സ്റ്റൈൽ വികസിപ്പിച്ചെടുക്കാൻ ഇതവരെ സഹായിക്കുന്നു. ഡിസൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവിടെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനെത്തുന്നു. സർക്കാരിനും പുറത്തെ മറ്റ് സ്ഥാപനങ്ങൾക്കും ചെയ്തു കൊടുക്കുന്ന പ്രോജക്റ്റുകളും കുട്ടികളുടെ പഠനകാലത്ത് തന്നെ പരിശീലനം ലഭിക്കാൻ സഹായകമാകുന്നു. ഫീൽഡ് വിസിറ്റുകളും വിദഗ്ധരുടെ ലെക്ചറുകളും പഠനത്തിന്റെ ഭാഗമാണ്. പ്രഗത്ഭരുടെ ഒരു ജൂറിക്ക് മുന്നിലാണ് കുട്ടികൾ തങ്ങളുടെ പ്രോജക്റ്റുകൾ സമർപ്പിക്കുന്നത്. കേരളത്തിൽ ഇതിന് നല്ല സ്കോപ്പുള്ളത് തന്നെയാണ്. ഇത് കഴിഞ്ഞ് വെച്ചിട്ട് ഇതിനുള്ള ജോലി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനേഴ്സിന് ഇപ്പോൾ വളരെ അത്യാവശ്യമുണ്ട്. പക്ഷേ കഴിവുള്ള വ്യക്തികൾ, നല്ല ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ക്രിയാത്മകമായിട്ടുള്ള ആളുകൾ, അവർക്ക് അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട്. കഴിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് സാഹചര്യങ്ങളുണ്ട്, കഴിവുകൾ വളർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ അത് എങ്ങനെ ആളുകൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള ആശ്രയിച്ച് വേണം ഈ കുട്ടികളുടെ കഴിവുകൾ. ഇവിടെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇന്ത്യയിലും വിദേശത്തും ജോലി ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ലോഗിൻ ചെയ്യുക www.ksid.ac.in. ഡിസൈൻ മേഖലയിൽ പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുന്നതിലൂടെ കേരളത്തിൽ ഡിസൈൻ ഇൻഡസ്ട്രിക്ക് സാധ്യത തുറക്കുകയാണ് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ കാത്ത് നിരവധി അവസരങ്ങളാണുള്ളത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മാനേജ്മെന്റ് പഠനത്തെക്കുറിച്ച് ശ്രീ BS വാര്യർ. മാനേജ്മെന്റ് പഠനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം, കസ്റ്റമൈസ്ഡായ കോഴ്സുകൾ എന്നിങ്ങനെ. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് മാനേജ്മെന്റ് പഠനത്തിന് എത്താറുണ്ട്. ഇതേക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു തരുന്നു കരിയർ വിദഗ്ധൻ ശ്രീ BS വാര്യർ. സർ, ഏത് ബിരുദമെടുത്തവർക്കും MBAക്ക് പോകാം, മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് പോകാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു ജോലി സാധ്യതകൾ, കരിയർ സാധ്യത എന്താണ്? ബിസിനസ് മാനേജ്മെൻറ്റാണ് ഈ വിഷയം പറയുന്നത്. പല ആളിലും എടുത്ത വാക്കുന്നത് MBA എന്ന് പറയാറുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബിസിനസ് സ്കൂളുകളൊന്നും MBA അല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ PGP, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, PGDM എന്നുള്ളതാണ്. എന്താ വ്യത്യാസം? MBA ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു സിലബസോ കരിക്കുലമോ പരിഷ്കരിക്കണം എന്ന് വരികയിൽ
അതിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ടായിരിക്കും, ഡീൻ ഉണ്ടായിരിക്കും, സെനറ്റ് ഉണ്ടായിരിക്കും, സിൻഡിക്കേറ്റ് ഉണ്ടായിരിക്കും, വൈസ് ചാൻസലർ. ഇത് കാലതാമസം ഉണ്ടാകും. നേരെ മറിച്ച് ഇപ്പോൾ IIM ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അത് അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട, ലക്നൗ, ഇൻഡോർ, കോഴിക്കോട്. അത് ആദ്യത്തെ നിലവിലുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഒരു സിലബസിൽ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ പ്രവേശിപ്പിക്കാൻ അടുത്ത മാസം വേണമെങ്കിൽ വരുത്താൻ സാധിക്കും. അപ്പോൾ കുറേ കൂടെ ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ആളിലായിരിക്കും വരുന്നത്. മറ്റേ MBAക്ക് പല താമസം ഉണ്ടാകും എന്നൊരു പ്രധാനമാണ്. പിന്നെ എന്താണ് ഈ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ പലരും പറയും ആളുകളെ കൊണ്ട് കാര്യങ്ങൾ സാധിക്കുക. അതിന് മറ്റൊരു വശമുള്ളത് ഈ കാര്യങ്ങൾ ചെയ്യിച്ചിട്ട് ആളുകളെ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയും. ഗെറ്റിംഗ് വർക്ക് ത്രൂ പീപ്പിൾ എന്നുണ്ട്. അത് പഴയ പരമ്പരാഗതമായ ഡെഫിനിഷനാണ് മാനേജ്മെൻറ്റ്. ഇതങ്ങനല്ല, ഡെവലപ്പിംഗ് പീപ്പിൾ ത്രൂ വർക്ക് എന്ന് പറയും. അപ്പോൾ ഇതെന്തായാലും പലപ്പോഴും അതിന് പല ഘടകങ്ങളുള്ള ഒന്ന് പ്ലാനിങ് ആണ്, എപ്പോഴും ആസൂത്രണം വേണം, ഓർഗനൈസിങ്. പല ആളുകളെ കൂട്ടിയാണ് പോകുന്നത്. ഒരു സ്ഥാപനത്തിന് മികവ് വേണം, ഏറ്റവും തലപ്പത്തുള്ള ആൾ യോഗ്യനായിട്ട് കാര്യമില്ല. എല്ലാ ആളുകളും ഏറ്റവും താഴെ കൂട്ടി ഒരു ടീം വർക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡർഷിപ്പ് വേണം, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, ഏകോപിപ്പിക്കുക, ഒരു നിയന്ത്രണം, ഇതൊക്കെ വേണം. ഇതെല്ലാം ചെയ്യണമെന്ന് വരികിൽ ഒരു നല്ല മാനേജറാകണം എന്ന് വരികിൽ ആ മാനേജർക്കുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഏവർക്കും കയറി പയറ്റാൻ പറ്റുന്ന രംഗമല്ല ഒരു മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള ഒന്നാമത്തെ കാര്യം തീരുമാനമെടുക്കാൻ കഴിയണം. അത് റൈറ്റ് ഡിസിഷൻ എല്ലാവരും പറയും. ക്വിക്ക് ഡിസിഷൻ, വേഗം തീരുമാനിക്കണം. പലപ്പോഴും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് നേരത്തെ തീരുമാനം എടുക്കാത്തതുകൊണ്ട്. പലരും വിചാരിക്കും കുറേ നാൾ അങ്ങോട്ട് തള്ളിപ്പോയ നല്ല തീരുമാനം ആകാശത്ത് പൊട്ടി വീഴുന്നു. അങ്ങനെ വീഴാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ റൈറ്റ് ഡിസിഷൻ വേണം, അത് ക്വിക്ക് ഡിസിഷനും ആയിരിക്കണം. അത് എപ്പോഴും ആ സമയത്ത് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു വിശകലനം വേണം. നമ്മൾ ഏത് രംഗത്തായാലും, മാർക്കറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ഫൈനാൻസ് ആയാലും ഏത് രംഗത്തായാലും നമ്മൾ വിശകലനം, നമ്മുടെ സമാന്തരമായ മറ്റ് സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നത്, നമ്മുടെ സ്ഥാപനം ഉയർച്ച ഉണ്ടായി എന്ത് ചെയ്യാൻ സാധിക്കും, അതൊക്കെ ഒരു അനലിറ്റിക്കൽ മൈൻഡ്, വിശകലന ശേഷി, അപഗ്രഥന പാഠവം, അതുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വേറൊന്നുള്ളത്, പലപ്പോഴും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും, പിരിമുറുക്കത്തിൽ ജോലി ചെയ്യണമായിരിക്കും. അപ്പോൾ വർക്കിംഗ് എഗൻസ്റ്റ് എ ഡെഡ് ലൈൻ എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു ഫാക്ടറി ഉണ്ടാക്കണം, അടുത്ത ജനുവരി 1-ാം തീയതി ഇതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കണം, ഉദ്ഘാടനത്തിന് തീയതി ഇങ്ങ് വെച്ച് തന്നു. ആ തീയതി വന്ന് തെച്ച് തന്നാൽ അതിന് സ്ഥലം മേടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ മാതിരി എല്ലാ കാര്യങ്ങളും നമ്മളൊരു പ്രോഗ്രാമൊക്കെ ഷെഡ്യൂൾ ചെയ്യും. ഈ ചെയ്ത് ചിലപ്പോൾ സ്ലിപ്പേജ് ഉണ്ടാകാം, മുന്നോട്ട് പോകണം. അതിങ്ങനെ നിയന്ത്രിച്ച് പോകണമെങ്കിൽ അതിന് വളരെ ആ ടെൻഷനിൽ ജോലി ചെയ്യാൻ, ഡെഡ് ലൈന് ജോലി ചെയ്യാൻ, ഫൈറ്റിംഗ് അഗൻസ്റ്റ് ഡെഡ് ലൈൻ എന്ന് പറയും, അതിനൊരു കഴിവുണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും ഒരു ഉത്സാഹം വേണം. നമുക്ക് ഉത്സാഹം ഉണ്ടെങ്കിലേ ബാക്കിയുള്ള ഉത്സാഹം ഉണ്ടാവുള്ളൂ. സാമാന്യ ബുദ്ധി വേണം, കോമൺ സെൻസ്. കോമൺ സെൻസ് നോട്ട് കോമൺ എന്ന് പറയാറുണ്ട്. ആ കോമൺ സെൻസ് ഒക്കെ ആവശ്യമുണ്ട്. നല്ല ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. താഴെയുള്ളവർ വേണം, സഹപ്രവർത്തകർ വേണം, ഫൈനാൻഷ്യർ വേണം, എല്ലാവരും വേണം. എല്ലാവരും ഒത്തു കൊണ്ടുപോകാനുള്ളത്. പിന്നെ പലപ്പോഴും ഞാൻ ചെയ്യുന്നതൊക്കെ കേമം എന്ന് വിചാരിക്കുന്നവർക്ക് രക്ഷയില്ല. കാരണം ഞാൻ ചെയ്യുന്ന പല തെറ്റുകളുണ്ടാകാം, അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കണം. ഒരാൾ പറയുന്നു അത് ശരിയായിരിക്കുമോ, അതിൽ വല്ല ശരിയുമുണ്ടോ, എനിക്ക് പോരായ്മയുണ്ടോ, അത് തിരുത്താനുള്ള മനസ്ഥിതി എനിക്കുണ്ടായിരിക്കണം. അല്ലാതെ അഹങ്കാരം കൊണ്ട് ഞാൻ ചെയ്തതൊക്കെ ചെയ്താൽ ആ മാനേജർ പരാജയപ്പെടുകയുള്ളൂ. പിന്നെ ഒരു കൂറ് വേണം, സ്ഥാപനത്തോട് ലോയൽറ്റി എന്ന് പറയുന്നത് അതുണ്ടായിരിക്കും തീർച്ചയായിട്ടും ആവശ്യം. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയണം. എല്ലാ കമ്പനികളിലും രഹസ്യങ്ങൾ കാണും. ഒരു പ്രത്യേക സുഗന്ധമുള്ള ഒരു സോപ്പ് ഉണ്ടാക്കുന്നു, അതിൻ്റെ സുഗന്ധം പെർഫ്യൂം എന്ന് എല്ലാവരും പരസ്യപ്പെടുത്തുകയില്ല, അത് വെളി പറയില്ല. എല്ലാ കമ്പനികളിലും രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് വേണം. അത് വിളിച്ച് പറഞ്ഞാൽ ഒക്കുകയില്ല. നല്ല പബ്ലിക് റിലേഷൻസ് വേണം. പത്രക്കാരായിട്ടായാലും മറ്റൊരാളായിട്ട് പെരുമാറ്റ രീതി വളരെ വളരെ നല്ലതായിരിക്കണം. പിന്നെ ലോകത്തിലൊക്കെ എവിടെ നടക്കുന്നു, നമ്മുടെ രംഗത്ത് എന്തൊക്കെ നടക്കുന്നു അറിയുന്നു. പിന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം. പിന്നെ പലവരും ചെയ്യാത്തത് നമ്മുടെ കീഴ്ജീവനക്കാരായിരിക്കുന്നവരെ പരിശീലിപ്പിച്ച് നമ്മുടെ സ്ഥാനത്ത് വരാനുള്ള കഴിവുണ്ടാക്കുന്ന രീതിയിൽ പരിശീലനം നൽകാൻ ട്രെയിനിങ് ഓഫ് സബോർഡിനേറ്റ്സ് എന്ന് പറയും. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പഠിക്കാനൊരു വാസനയുണ്ടായി. ഞാൻ കുറേ ഘടകങ്ങൾ പറഞ്ഞു, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ, നല്ല മിഴിവാർന്ന രീതിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാനേജറാകാൻ സാധിക്കും. പിന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു അത് ഒന്നല്ല. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് എന്നുണ്ട്. ആളുകളെ നിയമിക്കുന്നു, അവരുടെ വേതനം നിശ്ചയിക്കുന്നു, അവരുടെ പ്രൊമോഷൻ എങ്ങനെയാണ്, അവരുടെ സ്ഥലമാറ്റം എങ്ങനെയാണ്, അവർ കുറ്റം ചെയ്താൽ എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത്, അതൊക്കെ HR ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയും. മാർക്കറ്റിംഗ്, ഈ സെയിൽസ് മാർക്കറ്റിംഗ് വ്യത്യാസമുണ്ട്. സെയിൽസ് വെറുതെ കച്ചവടം ചെയ്യും, സാധനം കൊടുത്ത് കാശ് മേടിക്കാം. മാർക്കറ്റിംഗ് അങ്ങനെയല്ല. കുറേ കൂടെ നമ്മുടെ ഒരു വിശാലമായ മാർക്കറ്റ് വിപണനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക് നല്ല താല്പര്യങ്ങൾ ജനിക്കണം. ആ രീതിയിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഈ ഉപഭോക്താക്കൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ പരാതിയുണ്ടെന്ന് കേട്ടിട്ട് ആ ഉൽപ്പാദന പ്രക്രിയയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി പുതിയ ഉൽപ്പന്നം കൊടുക്കാനുണ്ടായിരിക്കണം. അപ്പോൾ കുറേ കൂടെ വിശാലമായ മേഖല മാർക്കറ്റിംഗ് ഉണ്ട്. ഫൈനാൻസ്,
ഏറ്റവും പ്രധാനമല്ലേ ഓക്സിജനാണ്. ഏത് സ്ഥാപനത്തിൻ്റെയും ഓക്സിജൻ എന്ന് പറയുന്നത് ജീവവായുവാണ് ഈ ഫൈനാൻസ്, അതിൻ്റെ സെക്ടറിലുണ്ട്. പിന്നെ ഓപ്പറേഷൻസ്, പണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയും, ഓപ്പറേഷൻസ് എന്ന് പറയും, പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ സിസ്റ്റംസ്, അതായത് വളരെ വലിയ സ്ഥാപനമാകുമ്പോഴത്തേക്ക് പല പല ഘടകങ്ങളുണ്ടായിരിക്കും. ആ ഘടകങ്ങളിൽ ഒത്തുപോകുന്ന കമ്പ്യൂട്ടർ സിസ്റ്റംസാണ്. ഇത്രയുമാണ് സാധാരണ ബിസിനസ് സ്കൂളുകളുള്ളത്. പിന്നെ ഇതിനകത്ത് കാര്യം എവിടെ പഠിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ IIM ലിസ്റ്റ് ചെയ്യാൻ ചെയ്തു. ആ IIMകൾ പഠിച്ചു, അല്ലെ XLRI പഠിച്ചു, അല്ലെ MDI ഗുർഗാവൺ പഠിച്ചു, അല്ലെങ്കിൽ FMS ഡൽഹി യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പഠിച്ചു, SPJN പഠിച്ചു, അല്ലെങ്കിൽ ഗാസിയാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ടെക്നോളജി പഠിച്ചു. ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് ഹൈദരാബാദിൽ പഠിച്ചു. അതെപ്പോഴും പ്രധാനമാണ്. എന്തുകൊണ്ട്? അതികഠിനമായ മത്സരത്തെ നേരിട്ട പ്രവേശനം നേടുന്നത്. IIM പ്രവേശനം എളുപ്പമല്ല. അത്രമാത്രം വലിയ കിടമത്സരത്തെ അതിജീവിച്ച് കയറുന്നവരാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവരുടെ ഗുണനിലവാരം ഉണ്ടായിരിക്കും. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിക്കും ഉണ്ടായി, ഒരു ഡിഗ്രി മതി, 50% മാർക്ക് വേണം, ഒരു എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കാം. ആ എഴുത്ത് പരീക്ഷ കൂടാതെ ഒരു ഇൻ്റർവ്യൂ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പ്രധാനപ്പെട്ട CAT എന്നൊരു പരീക്ഷ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ CAT, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അത് IIMകളിലേക്കുണ്ട്, മറ്റ് പല 100 സ്ഥാപനങ്ങളിലേക്ക് എടുക്കുന്നുണ്ട്. XAT, SAT ഉണ്ട്, സേവിയർ. ഇപ്പോൾ XLRI ജംഷഡ്പൂർ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്, SAT ഉണ്ട്. പിന്നെ CMAT, കോമൺ മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് AICTEയുടെയാണ്. അവർ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് സ്കൂളൊക്കെ കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയാണ്. പിന്നെ MAT എന്നുണ്ട്, ആത്മയുണ്ട്, പലതുമുണ്ട്. ആഗോളതലത്തിൽ GMAT എന്ന് പറഞ്ഞുണ്ട്. അത് ലോകത്തിൽ എവിടെയും പോകാവുന്നതാണ് GMAT. ഇവിടെയും ചില സ്ഥാപനങ്ങൾ എടുക്കുന്നുണ്ട്. ഏതൊരു ആണെങ്കിലും GMAT ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കണക്കിൻ്റെ ഉണ്ട്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനുണ്ട്, റീഡിംഗ് കോംപ്രഹെൻഷൻ, വെറബിലിറ്റി, ജനറൽ അവയർനെസ്, നല്ല പൊതുവിജ്ഞാനം ഉണ്ടായിരിക്കും, നല്ല ഭാഷാശേഷി. എൻ്റെ ഭാഷ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പിന്നെ ആ ഒരു പരീക്ഷകളിലെ ഇംഗ്ലീഷ് ഭാഷയിൽ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ശീലിക്കുകയും വേണം. ഇംഗ്ലീഷ് ഭാഷ ഇപ്പോൾ ഷേക്സ്പിയർ പഠിച്ച് അതിൻ്റെ അനോട്ടേഷൻ എഴുതി എസ് എഴുതി അതല്ല ചോദിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ കുറേ മാനേജ്മെൻറ്റ് കൂടാതെ പ്രത്യേക മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളുണ്ട്. റൂറൽ മാനേജ്മെൻറ്റ്, IRMA എന്ന് പറഞ്ഞുകൊണ്ട്, ഫൈനാൻസ് മാനേജ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് മാനേജ്മെൻറ്റ് ഡൽഹിയിലുണ്ട്, ഫോറിൻ ട്രേഡ് ഇൻ്റർനാഷണൽ ബിസിനസ്, ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഭോപ്പാലിലുണ്ട്, പിന്നെ പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ് ബാംഗ്ലൂരുണ്ട്, ടെക്സ്റ്റൈൽ മാനേജ്മെൻറ്റ് കോയമ്പത്തൂരുണ്ട്, പിന്നെ IT മാനേജ്മെൻറ്റ്, പിന്നെ ആഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, പലതരം ലക്ഷറി മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഈ വാച്ചിന് 1000 രൂപ കാണുകയില്ല, 60 ലക്ഷം രൂപയുടെ വാച്ചുണ്ട്. അതിന് ലക്ഷറി, അതിന് മാർക്കറ്റിംഗ് പ്രത്യേകമാണ്. ബാങ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്, IT എനേബിൾഡ് മാനേജ്മെൻറ്റ് ഉണ്ട്, പെട്രോളിയം എനർജി മാനേജ്മെൻറ്റ്, പലതുമുണ്ട്. ഇപ്പോൾ ഏതായാലും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് ബിരുദധാരിക്കും പോകാവുന്ന ഒരു മാർഗ്ഗമാണ്. പക്ഷേ അത് മിനിമം ക്വാളിഫിക്കേഷനേ പറഞ്ഞുള്ളൂ. അങ്ങോട്ട് കടക്കണമെങ്കിൽ നല്ല സ്ഥാപനം, ഇപ്പോൾ 4500ഓളം ബിസിനസ് സ്കൂൾ ഇന്ത്യയിലുണ്ടത്, എല്ലാത്തിലും മികച്ചതെന്ന് പറയാൻ സാധിക്കില്ല. അത് റാങ്ക് ചെയ്ത് നോക്കിയിട്ട് നല്ല സ്ഥാപനത്തിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. നല്ല വെല്ലുവിളി ഉയർത്തുന്ന, ഏറ്റവും മികച്ച രീതിയിൽ ഉയർന്നു പ്രവർത്തിക്കാൻ അവസരം നൽകുന്ന ഒരു രീതിയാണ് മാനേജ്മെൻറ്റ് പഠനം. സർ, ഇതിൽ വിദ്യാർത്ഥികൾക്ക് ചില സംശയങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സർ, +2 കഴിഞ്ഞ് നേരിട്ട് പഠിക്കാവുന്ന മികച്ച മാനേജ്മെൻറ്റ് കോഴ്സ് ഏതാണ്? ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ എവിടെയാണ്? അതിൻ്റെ പ്രവേശനം എങ്ങനെയാണ്? IIM ഇൻഡോർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അവിടെ +2 കുട്ടികൾക്ക് പ്രവേശനമുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുണ്ട്. സാധാരണഗതിയിൽ 50% മാർക്ക് ബിരുദം വേണമെന്നുള്ള കണ്ടീഷനുണ്ട്. ഇവിടെ +2കാർക്കാണ്. അപ്പോൾ CACHMA എന്ന് പറയും, കൊച്ചിലെ പഠിക്കുക മാനേജ്മെൻറ്റിലേക്ക് കൂട്ടുക എന്നുള്ളതാണ്. മറ്റേ +2 കഴിയുമ്പോഴത്തേക്കും ഡിഗ്രിയുടെ 3 കൊല്ലം കൂടെ ഈ രീതി വരുന്നല്ലോ എന്നുള്ളതാണ്. അതിന് പക്ഷേ 10ാം ക്ലാസ്സിൽ 60% മാർക്ക് വേണം, 12ാം ക്ലാസ്സിൽ മാർക്ക് വേണം. പിന്നെ ഒരു അഭിരുചി പരീക്ഷ ദേശീയ തലത്തിൽ നടത്തും. നല്ല പ്രോഗ്രാം, +2കാർക്ക് പോകാവുന്നതുകൊണ്ട് പലരും ശ്രദ്ധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് മാനേജ്മെൻറ്റ് മനസ്സിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ബാച്ചലർ ഓഫ് പ്രോഗ്രാം, BBA, BBM അതിനൊക്കെ പോകുന്ന ഭേദം ഇത് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സർ, ബിസിനസ് സ്കൂളിൻ്റെ ഇൻ്റർവ്യൂവിന് GD ഇമ്പോർട്ടൻ്റ് ആണോ? ഇതിൻ്റെ രീതി എങ്ങനെയാണ്? ഇത് പല ആളുകൾക്കും വളരെ ആശയക്കുഴപ്പമുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു കുട്ടിയെ വിളിച്ചു, ഇങ്ങനെ റിട്ടേൺ പേപ്പർ കിട്ടി, സാറേ ഈ ജനറൽ ഡിസ്കഷനാണ്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ GD എന്ന് പറഞ്ഞ് എന്താണെന്ന് പോലെ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ ശേഷികളും സാമർഥ്യങ്ങളും വിലയിരുത്തുന്ന പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് എഴുത്ത് പരീക്ഷ, അത് എഴുതിയാണ്. മുഖാമുഖ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ഇരിക്കുന്നു, 4-5 വിദഗ്ധരിരുന്ന് ചോദിക്കുന്നു, അവരെക്കാളും പ്രായം കൂടിയവരുമായിരിക്കും. അപ്പോൾ ഒരു കൃത്രിമ അന്തരീക്ഷമുണ്ട്, കാരണം ആ കുട്ടിക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇതിനെ അതിജീവിക്കുന്നതിനുള്ള നല്ല മാർഗ്ഗമാണ് ഗ്രൂപ്പ് ചർച്ച, ഗ്രൂപ്പ് ഡിസ്കഷൻ, അതായത് GD എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10-12 പേരെ ഒരു വട്ടമായിട്ടിരുത്തും, ഒരു മേശയ്ക്ക് ചുറ്റും അല്ലാതെ ഇരുത്തുന്നു. അവർക്ക് ജസ്റ്റ് നമ്പറൊക്കെ കൊടുത്തിട്ട് ഒരു വിവാദ വിഷയം കൊടുക്കും. ഈ വിവാദ വിഷയത്തെപ്പറ്റി 25-30 മിനിറ്റ് ചർച്ച ചെയ്യാൻ പറയും. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് എത്രമാത്രം ആശയം ധാരാളമുണ്ട്, ആശയങ്ങളുള്ളവരാണോ, ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ,
നമ്മളെ ഒന്ന് എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളങ്ങ് ചൂളിപ്പോകുമോ? പിന്നെ എല്ലാവരെയും ഇടിച്ചു മാറ്റി ഞാനാണ് ഏറ്റവും മിടുക്കൻ തെളിയിക്കാനുള്ള ആ ഒരു തെറ്റായ പ്രവണത ഉണ്ടായിരിക്കുമോ? നമ്മുടെ ടീം വർക്ക് ആവേണ്ടതേ എല്ലാ സ്ഥലത്തും വേണ്ടതേ. അപ്പോൾ അത് ഒന്നും പറയാതെ പുറകോട്ട് പോകുന്നവരാണോ? പിന്നെ ഏതെങ്കിലും ആൾ പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? ഒരു പ്രസന്നതയുള്ളവരാണോ? പെട്ടെന്ന് ആശയങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? പുതിയ രീതിയിൽ ചിന്തിക്കാൻ കഴിവുണ്ടോ? ഈ തരത്തിലുള്ള ശേഷികളൊക്കെ വിലയിരുത്താനുള്ള ഒരു കാര്യമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. വെറും ഒരു മുഖാമുഖ ഇൻ്റർവ്യൂവിലെ ചോദ്യവും ഉത്തരവും എന്നുള്ളതല്ല, പലപ്പോഴും ഒരു ഡിബേറ്റുമല്ല. ഡിബേറ്റാണെന്ന് പറഞ്ഞാൽ ഒരു ഫോർ ആൻഡ് അഗൈൻസ്റ്റ് തർക്കിക്കുക എന്നുള്ളതല്ല, ഒരു പൊതുവിഷയം കൊടുക്കുന്നു. അതിനെപ്പറ്റി ആശയങ്ങൾ പറയുമ്പോൾ ഈ ആളിൻ്റെ ആശയം എത്രമാത്രം ധാരാളിത്തമുള്ള ആളാണോ, ആശയമുള്ള ആളാണോ, തീരെയില്ലാത്ത ആളാണോ, പറയാൻ കഴിയുമ്പോൾ ആശയഗ്രഹണമുണ്ടോ, അതൊക്കെ പരിശീലിക്കാനുള്ള മാർഗ്ഗമാണ് ഇത്. ഒരുമാതിരി എല്ലാ മാനേജ്മെൻറ്റ് കോഴ്സിലെ പ്രവേശനത്തിൻ്റെയും അവിഭാജ്യ ഘടകമായിട്ട് ഇത് വന്നിട്ടുണ്ട്. വളരെയധികം നന്ദി സാർ, ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ മറുപടി നൽകിയതിന്. കേരളത്തിന് പുറത്തോ വിദേശത്തോ ഉള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠനം നടത്തിയതിനു ശേഷം കേരളത്തിൽ വന്ന് ഉപരിപഠനത്തിന് ശ്രമിക്കുമ്പോഴും ജോലിക്ക് ശ്രമിക്കുമ്പോഴും വിദ്യാർത്ഥികൾ ചില പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ? നിർദ്ദേശങ്ങൾ നൽകുന്നു MG യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായ ശ്രീ ബാബു പള്ളിപ്പാട്ട്. നമ്മുടെ കുട്ടികൾ കേരളത്തിന് പുറത്തുപോയി ഡിപ്ലോമ കോഴ്സുകൾ പാസ്സാകാറുണ്ട്. സ്വാഭാവികമായിട്ടും തമിഴ്നാട്, ആന്ധ്ര പോലെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും പോവുക. ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളയിൽ അംഗീകരിച്ചിട്ടുള്ള എല്ലാ ഡിപ്ലോമ കോഴ്സുകൾക്കും കേരളത്തിലും അംഗീകാരമുണ്ട് എന്നത് നിയമപരമായും ശരിയാണ്. എന്നാൽ തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഡിപ്ലോമ പഠിക്കാൻ പോകുമ്പോൾ അവരൊരു പ്രത്യേകതരം കോഴ്സ് പഠിക്കാറുണ്ട്. അതും ഇങ്ങനെയാണ് പറയുക: പോളിടെക്നിക് ലാറ്ററൽ എൻട്രി പ്രോഗ്രാം. അതിനർത്ഥം സാധാരണ ഒരു പോളിടെക്നിക്കിൻ്റെ പഠന കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. കേരളത്തിൽ 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് 3 വർഷക്കാലം ഒരു പോളിടെക്നിക് കോളേജിൽ പോയി പഠിച്ചാൽ നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പോളിടെക്നിക്കിൻ്റെ ബിരുദം അയാൾക്ക് സമ്മാനിക്കും, ഡിപ്ലോമ സമ്മാനിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് മാറിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പലയിടത്തും ഇത് മാറിയിട്ട് +2 കഴിയുന്ന കുട്ടികൾക്ക് 2ാം വർഷം പോളിടെക്നിക്കിലേക്ക് കയറാനൊരു അവസരമുണ്ട്. അവിടെയും ഒരു ലാറ്ററൽ എൻട്രി പോളിടെക്നിക് എൻട്രൻസ് ആണ്. ഒരു കാലത്ത് ഈ ലാറ്ററൽ എൻട്രി പോളിടെക്നിക് കഴിഞ്ഞാലും 3 വർഷത്തെ പോളിടെക്നിക് കഴിഞ്ഞാലും കേരളത്തിലെ BTech അഡ്മിഷനുള്ള ലാറ്ററൽ എൻട്രി സ്ട്രീമിലേക്ക് കുട്ടികൾക്ക് കടക്കാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് പിറകിൽ സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായ ഒരു ഓർഡറിലൂടെ അങ്ങനെ ലാറ്ററൽ എൻട്രി കഴിയുന്ന കുട്ടികൾക്ക് BTech ലാറ്ററൽ എൻട്രിയിൽ കയറാൻ പറ്റില്ല എന്ന് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ ആ വ്യത്യാസം തിരിച്ചറിയുന്നില്ല. അതിന് കേരള സർക്കാർ വളരെ കൃത്യമായൊരു കാരണവും പറഞ്ഞിട്ടുണ്ട്. ലാറ്ററൽ എൻട്രി BTechന് നമ്മൾ പ്രവേശനം കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ പ്രധാന കാരണമെന്ന് പറയുന്നത് 1ാം വർഷവും 2ാം വർഷവും 3ാം വർഷവും പോളിടെക്നിക് കോഴ്സ് പഠിക്കുമ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാഠങ്ങൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം പഠിക്കുന്നു എന്നതുകൊണ്ടാണ്. പിന്നീട് എഞ്ചിനീയറിംഗ് പഠനത്തിൻ്റെ ആവശ്യമായ ബേസിക് ലെസൺസ് ഓൾറെഡി അയാൾക്കുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലാറ്ററൽ എൻട്രി കൊടുക്കുക. പക്ഷേ ഈ ആദ്യ വർഷത്തെ പോളിടെക്നിക് പഠനകാലത്ത് ഇത് പഠിക്കാത്തത് കൊണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ വളരെ കൃത്യമായ വിഷയങ്ങൾ പഠിക്കുന്നില്ല. അക്കാരണത്താൽ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് ലെസൺസ് ഈ കുട്ടികൾക്ക് ലഭിക്കാതെ പോകുന്നത് കൊണ്ട് ലാറ്ററൽ എൻട്രി കഴിയുന്ന കുട്ടികൾക്ക് എഞ്ചിനീയറിങ്ങിന് കേരളത്തിൽ BTech ലാറ്ററൽ എൻട്രിയിലേക്ക് കടക്കാൻ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു വ്യത്യാസം തിരിച്ചറിയാതെ നമ്മുടെ കുട്ടികൾ, ധാരാളം ആളുകൾ കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളിലും പോയി പ്രീ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ലാറ്ററൽ എൻട്രി ചേരാറുണ്ട്. അത് കഴിഞ്ഞവർ വരാറുണ്ട്. ആ വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ ലാറ്ററൽ എൻട്രിയിൽ BTech പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായും നമ്മൾ പുറത്തു പോയി അത് പഠിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും ഈ പറയുന്ന ലാറ്ററൽ എൻട്രി പോളിടെക്നിക്കിന് കേരളത്തിലെ എഞ്ചിനീയറിംഗ് പഠനത്തിന് സാധ്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവോട് കൂടി വേണം പഠിക്കാൻ. ജോലിക്കൊരു പക്ഷേ ഉപയോഗിക്കാൻ പറ്റും. മറിച്ചൊരു കാര്യം, കേരളത്തിന് പുറത്തുള്ള പലയിടങ്ങളിലും വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ ഡിപ്ലോമ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ ആ ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കാര്യം മാത്രം കുട്ടികൾ കൃത്യമായി ശ്രദ്ധിക്കണം. അവർ പഠിക്കുന്ന കോഴ്സിന് കേരളത്തിലെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരം അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തർക്കവുമില്ല, അവരുടെ ആ കോഴ്സിന് കേരളത്തിൽ അംഗീകാരം ലഭിക്കും. മറിച്ച് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതിന് അംഗീകാരം കൊടുത്തിട്ടില്ലാത്ത കോഴ്സുകളാണ് കുട്ടികൾ പോളിടെക്നിക്കിന് പുറത്തുപോയി പഠിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവർക്ക് പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പോളിടെക്നിക് പഠനത്തിൻ്റെ കാര്യത്തിൽ പേരൻസും കുട്ടികളും ഒരല്പം ശ്രദ്ധാലുക്കളായിരുന്നാൽ പഠനം എളുപ്പമാക്കാം, അത് വിജയകരമാക്കാം. കരിയർ ഗുരുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അഡ്രസ്: പ്രൊഡ്യൂസർ കരിയർ ഗുരു, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഈ എപ്പിസോഡ് കാണാനായി ലോഗിൻ ചെയ്യുക manoromanews.com.